തൃശൂരിൽ സുരക്ഷാ ജീവനക്കാരൻ ചന്ദ്രബോസിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മുഹമ്മദ് നിഷാമിന് 15 ദിവസത്തെ പരോൾ അനുവദിച്ച് ഹൈക്കോടതി. സർക്കാരിന്റെ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് ഉത്തരവ്. സർക്കാർ വാദം പരോൾ അനുവദിക്കാതിരിക്കാൻ മതിയായ കാരണമല്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. വിവരങ്ങൾ നൽകാനായി രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, വിശദാംശങ്ങൾ. ചന്ദ്രബോസ് വധക്കേസിൽ പ്രതിയായിട്ടുള്ള മുഹമ്മദ് നിഷാമിന് 15 ദിവസത്തെ പരോളാണ് നിലവിൽ ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. പരോൾ അനുവദിക്കരുതെന്നുള്ളൊരു വാദം സംസ്ഥാന സർക്കാർ ഉയർത്തിയെങ്കിലും അത് തള്ളിക്കൊണ്ടാണ് പരോൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ വാദം പരോൾ അനുവദിക്കാതിരിക്കാൻ മതിയായ കാരണമല്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പരോൾ അനുവദിക്കുന്ന സമയത്ത് യുക്തമായിട്ടുള്ള വ്യവസ്ഥകൾ സംസ്ഥാന സർക്കാരിന് ചുമത്താമെന്നുകൂടി ഹൈക്കോടതി ഉത്തരവിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. 2015 ഈ നിഷാം ചന്ദ്രബോസിനെ കൊലപ്പെടുത്തുന്നത്. ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു ചന്ദ്രബോസ്. അവിടേക്ക് എത്തിയ മുഹമ്മദ് നിഷാമിന് ഗേറ്റ് തുറന്നു കൊടുക്കാൻ വൈകി എന്ന കാരണത്താലാണ് ഈ ഒരു ആക്രമണം ഉണ്ടാകുകയും തുടർന്ന് ചന്ദ്രബോസിനെ മുഹമ്മദ് നിഷാം കൊലപ്പെടുത്തുകയും ചെയ്തത്. വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകമെന്നായിരുന്നു നേരത്തെ ഈ നിഷാമിന് ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ സെഷൻസ് കോടതി വിധിച്ചത്. നേരത്തെ ഹൈക്കോടതി ഇതിനെതിരായിട്ടുള്ള നിഷാമിന്റെ അപ്പീൽ തള്ളുകയും ചെയ്തിരുന്നു. എന്തായാലും മുഹമ്മദ് നിഷാമിന് ഇപ്പോൾ 15 ദിവസത്തെ പരോളാണ് ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. യുക്തിസഹമായിട്ടുള്ള വ്യവസ്ഥകൾ സംസ്ഥാന സർക്കാരിന് ചുമത്താമെന്നുകൂടി ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അഞ്ജന. ശരി. തൃശൂരിൽ സുരക്ഷാ ജീവനക്കാരൻ ചന്ദ്രബോസിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മുഹമ്മദ് നിഷാമിന് 15 ദിവസത്തെ പരോൾ അനുവദിച്ച ഹൈക്കോടതി. സർക്കാരിന്റെ എതിർപ്പ് തള്ളിയാണ് ഇപ്പോൾ ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. വിവരം നൽകുകയായിരുന്നു രേഷ്മ ബാബു.